ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വലിയൊരു ചക്കയെ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ചക്ക തന്നെയായിരുന്നു. ആ ചക്കനെ എടുത്തിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കി. വീട്ടിലുള്ള ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കണം. അപ്പം പച്ച ചക്ക ഉണ്ടായപ്പോൾ വലിയൊരു ചക്ക തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് രസകരമായിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്കത് പൊരിച്ചെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പൊരിച്ചെടുക്കുക എന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചക്ക മുറിക്കലും എല്ലാം കഴിഞ്ഞ് അരിയിൽ തുടങ്ങിയപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓരോരുത്തരായിട്ടിരുന്ന ഒരാൾ ചക്ക വെട്ടി തന്നത് ഇളച്ചനാണ്, ഇക്കയുടെ ബ്രദർ. അതുപോലെ ചക്ക ഇരിയാൻ എല്ലാവരും കൂടെ ഇരിഞ്ഞു. പിന്നെ അതിൻ്റെ കുരു കളയാൻ സിസ്റ്ററിലോ ആയിരുന്നു. അതുപോലെ ഉപ്പ വന്നിട്ട് ഉപ്പയും കുരു കളയാൻ സഹായിച്ചു. ഉമ്മയും ഇളച്ചനും ഞാനും ഇളച്ചിയും എല്ലാവരും കൂടിയിട്ടാണ് ചക്ക അരിഞ്ഞതും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഈ സംഭവം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കപ്പൊരിക്ക് വേണ്ടിയിട്ട് ചക്ക അരിയണ സമയത്ത് കനം കുറഞ്ഞ് വേണം അരിയാനായിട്ട്. കനം കൂടിപ്പോയാൽ ചക്കപ്പൊരി അത് തണുത്തു പോവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അരിയുന്നത്. കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ ചക്കപ്പൊരി പൊരിക്കുന്നതിന് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ രസകരമായിട്ട് ചക്ക പൊരിച്ചിടുക. അപ്പോൾ എല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. വലിയൊരു ചക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് പൊരിക്കുന്നത്. ഞാൻ ഒന്ന് ക്ഷീണിക്കുന്ന സമയത്ത് അടുത്ത ആൾ പൊരിക്കാൻ വരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഇരുമ്പിൻ്റെ വലിയൊരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വിറകും കൂടെ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ചക്ക പൊരിയുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്, പക്ഷേ മഞ്ഞ കളർ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചക്കപ്പൊരിക്ക് ഒന്നുകൂടെ കാണാനൊരു മൊഞ്ചുണ്ടാവുക. അപ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം. ഇത് നമ്മൾ ചക്ക പൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം അപ്പോഴേക്ക് നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെറിയൊരു പീസ് ഇട്ട് നോക്കുക. എന്നിട്ട് അത് ഇട്ട് നോക്കുക. ആ പീസ് മേലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പൊങ്ങി വരികയാണെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാനുള്ള കാരണം അതിലാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും ടൈം പിടിക്കും ഇത് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് നെരിഞ്ഞ് വരിക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കറിയാൻ പറ്റും ഇത് ക്രിസ്പി ആകുന്ന ആ ഒരു ടൈം നമുക്കിങ്ങനെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വേറൊരു സൗണ്ട് വരും. അപ്പോഴാണ് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ ഓയിലിൽ നിന്ന്. പിന്നെ ഞാനിത് കോരിയെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ന്യൂസ് പേപ്പറാണ് കേട്ടോ, ന്യൂസ് പ്രിൻ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ന്യൂസ് പ്രിൻ്റ് ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് ആ ഓയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെക്കാം. പിന്നെ ലാസ്റ്റിക്ക് എത്തുന്ന സ്റ്റേജിൽ പെട്ടെന്ന് എടുക്കണം കേട്ടോ. ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ മാറിപ്പോവരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിങ്ങനെ സൗണ്ട് തന്നെ മാറിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സൗണ്ട് തന്നെ ചെറിയ ചേഞ്ച് ആയിട്ടുണ്ട്, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്.
നന്നായിട്ട് ഇതിങ്ങനെ ക്രിസ്പി നമ്മൾ ഏകദേശം ഓയിലിൽ നിന്ന് കോരിയെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മഞ്ഞളും ഉപ്പുള്ള വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഏകദേശം കോരിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാനൊരു നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവ് എത്രയാണോ ക്വാണ്ടിറ്റി എത്രയാണോ അതിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് പതഞ്ഞ് മേലോട്ട് വരും. എന്നിട്ട് ആ ഒരു സൗണ്ട് മൊത്തത്തിൽ അങ്ങ് പോവണം. ഇത് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ ഒരു വെള്ളം ആ ഒരു ഓയിലിലേക്ക് വീഴുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് മൊത്തത്തിൽ പോയതിന് ശേഷം വേണം ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഏകദേശം പോയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഓയിലിൽ നിന്ന് പെട്ടെന്ന് കോരിയെടുക്കാം. പിന്നെ കൂടുതൽ സമയം ഓയിലിൽ വെക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ന്യൂസ് പ്രിൻ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ചെയ്യണം. ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കഴിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഞാൻ വാക്ക് തെറ്റിക്കണില്ല. നല്ല ക്രിസ്പി ആയിട്ട് കടിച്ച് കറുമുറ കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് കിട്ടും. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചിടുന്ന സമയത്ത് തന്നെ ഓരോ കൈകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈകൾ വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പൊരിച്ചിടുന്ന സമയത്ത് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് കുറേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കുപ്പിയിലേക്ക് വലിയൊരു കുപ്പിയിലേക്കും പിന്നെ ഒരു ചെറിയൊരു കുപ്പിയിലേക്കും എടുത്ത് വെക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളിത് ചക്ക അരിയണ സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ഒരുപാട് ഉണ്ടാവുന്നു, പക്ഷേ അത് ഫ്രൈ ചെയ്തിട്ട് വരുന്ന സമയത്ത് അത് ഒരുപാട് ചുരുങ്ങിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ കഴിച്ചാൽ പിന്നെ എടുത്ത് വെക്കാൻ ഉണ്ടാവുകയില്ല. നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം, പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ നേർമയായിട്ട് വേണത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എളിച്ചിയും അതുപോലെ സിസ്റ്ററിലും ഒക്കെ വന്നിട്ട് അവരെല്ലാവരും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചക്കയ്ക്ക് എല്ലായിടത്തും അവൈലബിൾ ആവും. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയം പറ്റിയ സമയമാണ് ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് പോയിട്ട് വേഗം പോയി ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്